ഹേയ് ഗായ്സ്, വെൽക്കം ജിജോമാൻ ബ്ലോഗ്സിലോട്ട് വീണ്ടും സ്വാഗതം. ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്നത് എവിടെയാണെന്നറിയോ? അറിയാമോ? അതെ, ഇത് കണ്ടോ, ഇൻ്റർനാഷണൽ ടെർമിനൽ. അതെ, അറ്റ്ലാന്റ ഇൻ്റർനാഷണൽ ടെർമിനലാണ്. ഞാനിപ്പോൾ ഒരു ചെറിയൊരു ട്രിപ്പ് നാട്ടിലോട്ട് പോവാണ്. അപ്പോൾ നിങ്ങൾ നാട്ടിലുള്ള വ്യൂവേഴ്സ് നിങ്ങൾ കാണുകയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരികയാണ്. സോ കൂടെ തന്നെ നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ അടുത്ത സുഹൃത്ത് ദീപക്. ദീപക് നാട്ടിലെവിടെയാ? നാട്ടില് കാലിക്കട്ടാണ്. സോ നമ്മുടെ ഫ്ലൈറ്റില് പൊളിക്കാൻ പോവാണ്. ഓക്കെ ഗായ്സ്, അങ്ങനെ ഞാൻ ഫ്ലൈറ്റിലോട്ട് കയറിയാണ്. എത്തിഹാദിന്റെ ഫ്ലൈറ്റാണ്. കണ്ട സാധനങ്ങളൊക്കെ ഉണ്ടോ, അടിപൊളി. അപ്പം അതിൽ കയറി പോവാണ്. എൻ്റെ പൊന്നെ, ഏറ്റവും ബാക്കിലാട്ടോ നമ്മൾ. അപ്പം ഗായ്സ്, സോ ഫ്ലൈറ്റിലോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾ ബാക്കിലാണ്. നമുക്ക് ബിസിനസ് ക്ലാസ്സൊക്കെ ബുക്ക് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തായിരുന്നു, പക്ഷേ ഒന്നും നടന്നില്ല. കാരണം എനിവേ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ബാക്കിലാണ്. വലിയ കുഴപ്പമില്ലാത്ത ഫ്ലൈറ്റാണ്. ഭയങ്കര ചൂടാണ് അതിനകത്ത്. അവർ AC ഒന്നും ഇട്ടിട്ടില്ല. ഒരു കൈൻഡ് ഓഫ് ബഡ്ജറ്റ് ഫ്ലൈറ്റ്. സത്യം പറഞ്ഞാൽ എത്തിഹാദ് അങ്ങ് വേഴ്സായിക്കൊണ്ടിരിക്കുകയാണ്. എനിവേ മമ്മിയും പപ്പയോടെ ഉണ്ട്. ഹായ് ബേബി, ഇതോ. അപ്പം അങ്ങനെ ഞങ്ങൾ സീറ്റിലോട്ട് പോകണം. ഏറ്റവും ബാക്കിലാണ്, 51ലാണ് സീറ്റ് 51. ഗായ്സ്, അപ്പോൾ നമ്മുടെ സീറ്റ് കിട്ടി. 51C ആക്ച്വലി 51C ആണ് നമ്മുടെ സീറ്റ്. അപ്പോൾ വലിയ കുഴപ്പമില്ല, സീറ്റൊക്കെ വലിയ കുഴപ്പമില്ല. ഭയങ്കര ചൂടാണ് അതിനകത്ത്. കുറച്ച് എയറൊക്കെ വിടുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഈ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് A351 ആണ്, എയർബസിൻ്റെ A351 അല്ലെങ്കിൽ A350യുടെ 1000 സീരീസാണ്. അപ്പം ഇവിടെയാണ് നമ്മൾ ഇരിക്കുന്ന സീറ്റ്. അതിൽ കിട്ടിയത് നന്നായി. എനിവേ ഇവിടെ പപ്പയും മമ്മിയും ഇവിടെ ഇരിക്കും. അതായത് വലിയ കുഴപ്പമില്ല. എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റമൊക്കെ ഉണ്ട്, അതാരും കുഴപ്പമില്ല. ഇത് വർക്ക് ചെയ്യുന്നതാണോ, ടച്ച് സ്ക്രീനൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് തോന്നണേ. ആയാലും അങ്ങനെ ഗായ്സ്, ഞാൻ സീറ്റിൽ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ടേക്ക് ഓഫ് ആവാറായി. ഇതാണ് എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം. ഓക്കെ, ഇംഗ്ലീഷ് അടിക്കാം. മലയാളം ഉണ്ടാവുമോ? മലയാളം ഇഷ്ടംപോലെ മലയാളികൾ വരുന്നുണ്ട് ഇതിനകത്ത്. ഇല്ല, ഇംഗ്ലീഷ്. ഹിന്ദി കണ്ടില്ല. ഹിന്ദിയും ഇല്ല നന്നായി. എനിവേ ഇംഗ്ലീഷ് ഉണ്ടോ. നല്ല വലിയ സ്ക്രീനാണ് കേട്ടോ. അതിനകത്ത് കുറേ ഇതുണ്ട്. എൻ്റർടൈൻമെൻ്റ് ഉണ്ട്, കിഡ്സിന് സാധനമുണ്ട്. എൻ്റർടൈൻമെൻറ്റ് പോകും. എൻ്റർടൈൻമെൻറ്റിൽ പല മൂവികളുണ്ട്, മിഷൻ ഇംപോസിബിൾ അങ്ങനെ. പിന്നെ മ്യൂസിക് കേൾക്കാം നമുക്ക്. ലൈവ് TV ഉണ്ട്. ലൈവ് TV CNN, NBC എല്ലാ കള്ളന്മാരുണ്ട്. കടിക്കട്ടെ. ഓക്കെ, പിന്നെ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ. ഇത് അടിപൊളിയൊരു സംഭവമുണ്ട്. ഇത് നിങ്ങൾ സുജിത്ത് ഭക്തൻ്റെ ചാനലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ക്യാമറ, പുറത്തുള്ള ക്യാമറ എവിടെയാണത്? അവിടെ 14 മണിക്കൂറുണ്ട്. ബൈ ദ വേ നമ്മുടെ ഫ്ലൈറ്റിലോട്ട് പോകാൻ വേണ്ടും 14.5 മണിക്കൂറുണ്ട് അബുദാബിക്ക്. ടൈം ടു ഡെസ്റ്റിനേഷൻ മാപ്പ് അടിക്കാം. അതെ, അവിടെയാണ് അബുദാബി. ഇവിടെ നിന്നാണ് വരുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ ന്യൂയോർക്ക് വഴി അങ്ങ് പോയി ലണ്ടൻ, അല്ല അതൊക്കെ കഴിഞ്ഞ് ലണ്ടൻ കഴിഞ്ഞ് ഇങ്ങനെ മോസ്കോ, കിയവോ. എൻ്റെ പൊന്നെ, അതിൻ്റെ അടുത്താണോ പോകുന്നത്? ബ്ലാക്ക് സീയുടെ മുകളിൽ കൂടെയാണ് പോകുന്നത്. കുഴപ്പമില്ല. ബാഗ്ദാഡ് കഴിഞ്ഞിട്ടാണ് ദോഹയ്ക്കെത്തുന്നത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ ദോഹാന്ന് നേരെ കേരളയ്ക്ക് പോകും. ഇതാണ് നമ്മുടെ കേരളം. കൊച്ചി കൊച്ചി വൈദ്യ. അപ്പോൾ അതാണ്. പിന്നെ വേറൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതാണ് ഫ്ലൈറ്റ് ഇൻഫോ. സ്പീഡും കാര്യങ്ങളൊക്കെ കാണിച്ചു തരും ഇതിനകത്ത്, കിലോമീറ്ററൊന്നും. പിന്നെ മൂവീസ്, TV ഷോ, മ്യൂസിക്, അത് ഫേവറേറ്റ്സിൽ നമുക്ക് വയ്ക്കാൻ പറ്റാവുന്നതാണ്. ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ നമുക്ക് കണക്ട് ചെയ്യാം. അത് സൂപ്പറാണ്. അപ്പോൾ എന്തായാലും അത് കണ്ടു. നമ്മൾ ഹോമിലോട്ട് പോയിട്ട്
അവിടെ വേറൊരു സംഭവം ഞാൻ കാണിച്ചു കേട്ടോ, അത് അടിപൊളിയാണേ. അത് കണ്ടോ ക്യാമറ, സുജിത്ത് ഭക്തൻ മുമ്പ് കാണിച്ചു തന്നുണ്ടോ, A350-യിലുള്ളൊരു സംഭവമാണ് അങ്ങനെ ക്യാമറ. അതാണ് റൺവേ. അങ്ങ് പോവും. പല ആംഗിളിലെ വ്യൂ നമുക്ക് കേട്ടാൻ പറ്റും. പക്ഷെ ഇപ്പോൾ അവർ കാണിക്കുന്നില്ല, ബിക്കോസ് വൺസ് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ അത് കാണിക്കും. പിന്നെ സിനിമകളൊക്കെ നോട്ടെ എന്തൊക്കെയാണ് ഇതിൻ്റെ എൻ്റർടൈൻമെൻറ്റിനകത്തിരിക്കുന്നതെന്ന്. ലൈബ്രറി ഉണ്ട് കേട്ടോ, അതെ, പുസ്തകം വായിക്കാം. ഹോളി ഖുറാൻ, പിന്നെ കണ്ടോ ലെഗോ, റേഡിയോ, ആപ്പിൾ TV-യുടെ കാര്യങ്ങൾ, ഗെയിംസ് കളിക്കാൻ പറ്റും. നല്ല കേട്ടോ ഗെയിംസിൻ്റെ ഇതാണോ ഇതൊക്കെ ഉണ്ട്. ആംഗ്രി ബേർഡ്സ് തൊട്ട് കുറേ ഗെയിംസ് ഉണ്ട്. പിന്നെ മൂവികൾ കാണാം, മൂവീസ് എൻ്റർടൈൻമെൻറ്റ്. HBO Max ഉണ്ട്, അതുപോലെ മൂവീസുണ്ട്. കണ്ടോ അങ്ങനെ മൂവികളും. അത് പല സബ് കാറ്റഗറികളുണ്ട് അതിനകത്ത്. ഇന്ത്യൻ തൊട്ട് എല്ലാ ആഫ്രിക്കൻ, അങ്ങനെ എല്ലാ പല ജോണറുണ്ട്. കണ്ടോ ന്യൂ മൂവീസ്, ഫാമിലി, അറബിക് സിനിമ, ബോളിവുഡ്, റീജിയണൽ ഇന്ത്യനകത്ത് മലയാളം ഉണ്ടാവും. മലയാളം, തമിഴൊക്കെ വരും അതിനകത്ത്. അതുണ്ടോ ബ്ലഡി ബഗർ, അങ്ങനെ കുറേ മൂവികളുണ്ട്. ജിഗർ. മലയാളം മൂവി കാണുന്നുണ്ട്. മലയാളം മൂവി നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? മെയ്യഴകം, അതുപോലെ വിശേഷം, അങ്ങനെ കുറച്ച് മലയാളം മൂവികളുണ്ട്. പിന്നെ ആക്ഷൻ, അഡ്വഞ്ചർ, ആനിമേഷൻ, കോമഡി, ക്രൈം, ഡ്രാമ, ഫാൻറ്റസി, ഹൊറർ, മ്യൂസിക്കൽ, റൊമാൻസ്, സൈഫൈ, കുറേ ഉണ്ട് കേട്ടോ. എൻ്റെ ത്രില്ലർ, ഗെയിംസ് ഇൻ മോഷൻ, ഇതൊക്കെ മൂവികളാണല്ലേ. നോക്കട്ടെ ഞാൻ ത്രില്ലർ പൊന്നെ ഇതുണ്ടോ എന്തോരാ. ട്വിസ്റ്റർ തൊട്ട് എല്ലാം, മേട്രിക്സ് വരെ ഉണ്ട്. എല്ലാ സാധനം, ഗോഡ്സില ഉണ്ട്. അടിപൊളി കേട്ടോ അത്. അതും അത് കണ്ടോ, അതെ ദൃശ്യം 2 ഇതൊക്കെ. അപ്പോൾ ത്രില്ലറിനകത്തുള്ള എല്ലാ സാധനവും ഉണ്ട്. അതെ സ്ഥാനാർത്ഥി, ശ്രീകുട്ടൻ ഉണ്ടോ, ഇതൊക്കെ അതിനകത്തുണ്ടേ. അടിപൊളി. അപ്പോൾ കുറേ ത്രില്ലറിൽ കുറേ ഇത് ഇന്ത്യൻ ഫിലിംസൊക്കെ ഉണ്ട് കേട്ടോ. അത് കൊള്ളാം. സോറി ഗൈസ്, ഒരു കറക്ഷൻ ഉണ്ട്. ഞാൻ മേഴകം മലയാളമാണ് വിചാരിച്ചത്, പക്ഷെ മലയാളമല്ല, അത് തമിഴാണ്. ഇത് ഓരോ റീജിയനിലും നമ്മൾ അടിക്കുമ്പോണ്ടല്ലോ ഇതിങ്ങനെ ഓരോന്ന് വരും. ലൈക്ക് ഇത് ത്രില്ലറിൻ്റെ ഇത് മാറ്റിയിട്ട് റീജിയണൽ ഇന്ത്യൻ കണ്ടോ. അപ്പോൾ ഇതിനകത്ത് വിശേഷം എന്ന് അടിച്ചു നോക്കിയേ, വിശേഷം. അപ്പോൾ അതിനകത്തുണ്ടോ ഓഡിയോ മലയാളം എന്ന് എഴുതിയിട്ടുണ്ടോ കണ്ടോ. അതുപോലെ കട്ടീസ് ഗ്യാങ്, ഇത് മലയാളത്തിലാണോ അതിൻ്റെ. വാരധി തെലുഗു, അങ്ങനെ തെലുഗു കണ്ടോ. അങ്ങനെ കങ്കാരു തെലുങ്കിൽ. കങ്കാരു ഞാൻ വിചാരിച്ചു മലയാളത്തിലായിരിക്കും, പക്ഷേ തെലുങ്കിലാണ്. ഈ ഫ്ലൈറ്റിനകത്ത് കുറേ തെലുങ്കന്മാരുണ്ടേ, അപ്പം അത് തന്നെയായിരിക്കും ഒരു തെലുങ്കിൽ കൂടുതൽ മൂവീസ് ചേർക്കുന്നത്. അതുപോലെ ഗൈസ് ഇവിടെ നമുക്ക് USB ഉണ്ടേ. USB നമുക്ക് നമ്മുടെ ഫോണൊക്കെ ചാർജ് ചെയ്യുന്നത് USB ഉണ്ട്. അതുപോലെ ഇത് നമ്മുടെ ഹെഡ്ഫോൺ വെക്കണമെങ്കിൽ കുത്തണമെങ്കിൽ ഉണ്ട്. പ്ലസ് ബ്ലൂടൂത്ത് ഉണ്ട് നമുക്ക് കണക്ട് ചെയ്യണമെങ്കിൽ. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. എന്തോ ഫ്ലൈറ്റ് അപ്ഡേഷൻ ഉണ്ടല്ലോ. We had to offload them and we're now searching for their bags. The ground staff told us it's going to take approximately 5 to 10 minutes. 5 to 10 minutes ഓളം കുഴപ്പമില്ല. ഗൈസ് ഫുഡ് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഫുഡ് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ സെർവ് ചെയ്തിറക്കുന്നത് ഒരു ബട്ടർ ചിക്കൻ എന്നാണ്. കണ്ടാൽ ബട്ടർ ചിക്കൻ്റെ ഒരു ലുക്കും ഇല്ല, ഒരു ടേസ്റ്റും ഇല്ല ആക്ച്വലി. അതുപോലെ ഒരു സുഫ്ലേ പോലത്തെ ഒരു സാധനമാണ്. ഒന്നിനും ഗുണമില്ല. എന്താണ്, നമുക്ക് ഇത് ഡെസേർട്ട് എന്ന് പറയാൻ പറ്റില്ല. ഈ ഫ്ലൈറ്റിലെ ഫുഡ് വളരെ മോശം കേട്ടോ. ഇത് ശരിക്കും ബട്ടർ ചിക്കൻ്റെ പോലെ ഒരു ലുക്ക് പോലില്ല. പിന്നെ നമ്മൾ ഈ സിനിമയും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്ന് നമ്മൾ എൻജോയ് ചെയ്യാൻ ഒന്നുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിവിടെ എത്തി.
എത്താറായി, അബുദാബി എത്താറായി. ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ്. എന്താ അതിനിടയ്ക്ക് ഞാൻ ഒരു മൂവി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, ശ്രീകുട്ടൻ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ. ഫ്ലൈറ്റ് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പല വ്യൂ ഉണ്ട്, ഇതിൻ്റെ ഫോർവേഡ് വ്യൂ ഉണ്ട്, കണ്ടോ. റിയൽ ടൈമിലാണ് നമ്മളിപ്പോൾ ഫ്ലൈറ്റ് ഇറങ്ങുന്നത്. അങ്ങനെ ഗൈസ് ഫ്ലൈറ്റ് ഇറങ്ങി. നമ്മളിപ്പോൾ അബുദാബിയിലാണ്. ഈ അബുദാബിയിൽ നിന്ന് നമ്മൾ ഇനി ആകാശ് എയർലൈൻസിൽ നമ്മൾ കൊച്ചിക്ക് പോകാൻ പോവാണ്. അങ്ങനെ നമുക്ക് അതെങ്ങനെയുണ്ടെന്ന് നോക്കാം. നെക്സ്റ്റ് ടൈം.